ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്. അതുപോലെ നീയും പോയി മക്കളെയും കുട്ടി ആത്മഹത്യ ചെയ്യാൻ. ഏറ്റുമാനൂരിലെ ഷൈനിയുടെ വീട്ടിൽ നിന്ന് വിളിപ്പാടകലിയുള്ള മറ്റൊരു വീട്ടിൽ ഇങ്ങനെ ഭർത്താവിന്റെ ക്രൂരതയും കുത്തുവാക്കുകളും അനുഭവിച്ച് ജീവിക്കുന്ന മറ്റൊരു വീട്ടമ്മയുണ്ട്. നേഴ്സായ 2 പെൺമക്കളുടെ അമ്മ. 47-കാരിയായ വീട്ടമ്മയ്ക്ക് മദ്യപാനിയായ ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയാണ് ഏറ്റുമാനൂരിലെ 47-കാരിയെ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഭർത്താവ് ജോമൻ 2 തവണ കോടതി ഉത്തരവ് ലംഘിച്ച് അക്രമം നടത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. കോടതിയിൽ സമർപ്പിക്കേണ്ട നിർണായക തെളിവായ മൊബൈൽ ഫോണും ജോമോൻ തകർത്ത് കളഞ്ഞു. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഷൈനിയുടെയും 2 മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളമേറെ ചർച്ച ചെയ്തതാണ്. അതേപോലെ സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവമാണ് ഏറ്റുമാനൂരിൽ തന്നെ നമുക്ക് ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞു. ശ്രീജിത്ത് ആ വാർത്ത പുറത്തുവിട്ടത്, അതായത് നേഴ്സായി വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ഒരു വീട്ടമ്മ, അവർ തിരികെ നാട്ടിലെത്തുന്നു. ആ സമയം ഭർത്താവ് ഒരു കടുത്ത മദ്യപാനിയായി മാറുന്നു. തുടർച്ചയായി ഈ വീട്ടമ്മയെ 47-കാരി ആക്രമിക്കുന്നു, പെൺമക്കളെ വരെയും ആക്രമിക്കുന്നു എന്ന വിവരങ്ങളാണല്ലോ, വെളിപ്പെടുത്തലാണല്ലോ അവർ നടത്തിയത്. ഇത്രയധികം തുടർച്ചയായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും കോടതിയുടെ സംരക്ഷണ ഉത്തരവുണ്ടായിട്ടും ഇപ്പോഴും അയാൾ അവിടെ തുടരുന്നു, ആക്രമണം നടത്തുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തത് ശ്രീജിത്ത്? പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ടോം. പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പരാതി ഇതുവരെ വീട്ടമ്മയും പറയുന്നില്ല. അതായത് പോലീസ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ എത്തുന്നുണ്ട്, തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ പരാതി വരുന്ന സമയത്ത് അതിൽ എഫ്ഐആർ ഇടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തയുമായ എഫ്ഐആർ ആണ്. ആ എഫ്ഐആറിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് 2 തവണ, അതായത് ഈ കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് 2 തവണ ഈ വീട്ടിലെത്തി ഇയാൾ അക്രമം നടത്തി എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനുവരി 25-ന് ഇവരുടെ മുഖത്തിടിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഈ മാർച്ച് 15-ന്, അതായത് ദിവസങ്ങൾക്ക് മുൻപ് നടന്നത്, ഈ വീടിന്റെ മുറിയിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അലൂമിനിയത്തിന്റെ ഏണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ശരീരത്തെ കുത്തുകയും ചെയ്തു. മാത്രമല്ല ഇവരുടെ കൈവശം ഇത്തരം നിരവധി വീഡിയോകൾ ചിത്രീകരിച്ചതടക്കമുള്ള മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ ഈ പ്രതിയായ ജോമോൻ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സംഭവത്തെ തുടർന്നും ഇയാൾ അറസ്റ്റിലായി. പക്ഷെ സംഭവിക്കുന്നത് വളരെ പെട്ടെന്ന് അറസ്റ്റിലാകുന്നു, വളരെ പെട്ടെന്ന് പുറത്തിറങ്ങുന്നു എന്നൊക്കെയുള്ളതാണ്. ചിന്തിക്കേണ്ടത് 19 വയസ്സുകാരിയെ മകളുടെ കഴുത്തിനടക്കം പരിക്കേൽപ്പിച്ച ഒരു പിതാവാണ് ഇയാൾ എന്നുള്ളതാണ്. ഇയാളെ എങ്ങനെയാണ് പിതാവെന്ന് വിളിക്കേണ്ടി വരിക എന്ന സംശയം മാത്രമാണ് ബാക്കിയാവുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സംവിധാനങ്ങൾ ഒരുപക്ഷെ ഈ പോലീസൊക്കെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷവും കോടതിയിൽ നടന്നത് എന്ത് എന്ന് വ്യക്തമല്ല. കാരണം കോടതിയിൽ പെട്ടെന്ന് പ്രോസിക്യൂഷനാണ്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസിന് വേണ്ടി വാദിച്ചത്. സ്വാഭാവികമായും പിന്നീട് ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത് 1 തവണയല്ല, 2 തവണയാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇയാൾ ഇത്തരം അക്രമങ്ങൾ നടത്തിയത്. കാരണം അങ്ങനെ കോടതി ഉത്തരവ് തുടർച്ചയായി ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നു, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു, മക്കൾക്ക് നേരെ അതിക്രമം കാണിക്കുന്നു. ഇയാളുടെ ജാമ്യം തന്നെ റദ്ദാക്കേണ്ടതല്ലേ? ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങളുടെ എഫ്ഐആർ അടക്കം, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ മാസം, 2ാമത്തെ സംഭവം ഉണ്ടാകുന്നത് ഈ മാസം 15-നാണ്. ആ സമയം തന്നെ ആദ്യത്തെ ഈ നടപടികളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് ഇയാൾക്കെതിരെ നടപടികൾ എടുത്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത് ടോം, ഇനിയും ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ ആ പുറത്തു വരേണ്ട മൊബൈൽ ഫോൺ ഇയാൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്ന്. അത് ഈ മാസം മാർച്ച് 15-നാണ് ആ സംഭവം ഉണ്ടാകുന്നത്. 17-നാണ് ഇയാളെ ഈ എഫ്ഐആർ ഇടുകയും തുടർ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തത്. അതായത് ഈ ഫോണിൽ കൂടുതൽ രേഖകളും കാര്യങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ട്. ആ ഫോൺ ശരിയാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് ഈ വീട്ടമ്മ ഉള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ആ ഫോണിലെ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഇന്നലെ കേരളം കണ്ടത് ഈ അമ്മയുടെയും ഈ മകളുടെയും ഒക്കെ നിലവിളികളാണ്. ഈ അമ്മായിയമ്മ
അവർ നടത്തിയ, ഈ ജോമോന്റെ അമ്മ നടത്തിയ അക്രമങ്ങളാണ് ഇന്നലെ കേരളം കണ്ടത്. ഏതാണ്ട് 75-76 വയസ്സുള്ള സ്ത്രീയാണ്. അവര് കോടതി ഉത്തരവ് നിലനിൽക്കെ ഒരു വീട്ടിൽ താമസിക്കാൻ പറയുമ്പോൾ അവർ തോന്നിയതുപോലെ ആ വീടിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയാണ്. അതിനുശേഷം അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇവരെ മർദ്ദിക്കുകയാണ്. ഇതൊക്കെയാണ് കാണുന്നത്. അത് ഇരുട്ടിലാണ്, വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് ഇവരെ മർദ്ദിക്കുന്നത്. ഇവരുടെ നിലവിളികളാണ് ഇന്നലെ കേരളം കേട്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ക്രൂരന്മാർക്ക് ഇങ്ങനെയൊന്നുമുള്ള ശിക്ഷയല്ല വേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല ഇവരുടെ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകേണ്ടത് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാം. കാരണം ഈ ഭാര്യയെ മർദ്ദിക്കുന്നതിനപ്പുറത്തേക്ക് ഭാര്യയെ മർദ്ദിക്കുന്നു എന്നുള്ളത് നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും സ്വന്തം മകളെ, 19 വയസ്സുകാരിയായ മകളെ മർദ്ദിക്കുകയും അവളുടെ കഴുത്തിനടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഞെട്ടിക്കുന്നത് തന്നെയാണ്. കേവലം ഒരാൾക്കെതിരെ മാത്രമല്ല, 2 പേർക്കെതിരെ അക്രമം ഉണ്ടാകുന്നു. 13 വയസ്സുകാരിയാണ് ഇളയ മകളുള്ളത്. അവർക്ക് ഭക്ഷണം, ഈ ഒരടുക്കളയാണുള്ളത്. അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ പലപ്പോഴും അനുമതി നൽകാറില്ല. അതായത് എല്ലാം ഈ അടിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരം വൈദ്യുതി വിച്ഛേദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതല്ലാതെ 100,000 പ്രശ്നങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന ശേഷം വീട്ടമ്മയോട് വീട്ടമ്മയുടെ അമ്മായിയമ്മ, അതായത് ഈ ജോമോന്റെ ഭാര്യ, ഇതുകൊണ്ട് നിനക്ക് എന്താണ് കിട്ടുന്നതെന്ന് കാണട്ടെ എന്ന തരത്തിൽ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവർക്കൊരു വിലയുമില്ല, ഈ ജോമോനും അമ്മയ്ക്കും ഈ കോടതി ഇതിന് വിലയില്ല, അതല്ലാതെ മറ്റ് സംവിധാനങ്ങളെ വിലയില്ല എന്നതാണ് അവരുടെ പ്രവർത്തികൾ തെളിയിക്കേണ്ടത്. ഇനിയും ഇങ്ങനെയാണോ ഇവർക്കെതിരെ നടപടി വേണ്ടത്? കോടതി വ്യവഹാരങ്ങൾ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? ഏതാണ്ട് 8 മാസം. കാരണം കോടതിയുടെ ഉത്തരവിനെ പോലും വില കൽപ്പിക്കാത്ത ഭർത്താവ് ജോമോനും ജോമോന്റെ അമ്മയും, അതാണ് ഓരോ ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ ശ്രീജിത്ത് പുറത്തുവിടുന്ന ഓരോ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, സാധാരണഗതിയിൽ ഒരു യുവതി ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നീട് വലിയ ചർച്ചയാകും, അവർക്കെതിരെ നടപടി സ്വീകരിക്കും. പക്ഷെ ഇവിടെ ഈ ഭർത്താവിന്റെ ക്രൂരതയും ഭർത്തൃമാതാവിന്റെ, അതായത് ഭർത്തൃ വീട്ടുകാരുടെയൊക്കെ ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇത്രയധികം തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അധികാരികൾക്ക് മേൽ, നമ്മുടെ നിയമ സംവിധാനത്തിന് മേൽ പരാതിയുമൊക്കെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നീതി കിട്ടാത്ത അവസ്ഥ, ഇപ്പോഴും ദുരിത ജീവിതം നയിക്കേണ്ട ഒരു ഗതികേട്, ഇത് ഇനി ആരാണ് നടപടി സ്വീകരിക്കേണ്ടത്? ശ്രീജിത്ത്, ഇത്തരം ഒരു സാഹചര്യവുമായി മുന്നോട്ട് പോകുന്ന ഈ സ്ത്രീക്ക് ആരാണ് സംരക്ഷണം നൽകേണ്ടതെന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ടല്ലോ. തീർച്ചയായും, പ്രത്യേകിച്ച് ഇത്തരം ദൃശ്യങ്ങൾ, ഇത്തരം അക്രമത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ, ഇത്തരം തെളിവുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം ഇക്കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നത് ഇനിയും വ്യക്തത വരേണ്ട ഒരു വിഷയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വീട്ടമ്മ കഴിഞ്ഞ 10-15 വർഷമായി ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇറ്റലിയിലും ഇസ്രായേലിലും ഒക്കെ ജോലി ചെയ്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അവർ അവിടെ ഒരു സാധാരണഗതിയിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പശു എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. അതായത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക, പണം നേടിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഒരു ഓഡിയോ സംഭാഷണത്തിൽ ലോൺ അടയ്ക്കാത്തതിന് കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ അതിനല്ലേ വിട്ടത് എന്നാണ് ഈ അമ്മായിയമ്മ ചോദിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ചില ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ 10-15 വർഷമായി ഇവർ ലക്ഷങ്ങൾ ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ നവീകരണത്തിലടക്കം അവർ പണം ചെലവാക്കിയിട്ടുണ്ട്. ഇത്തരം തെളിവുകളെല്ലാം ഇനി കോടതിയിൽ വിചാരണ സമയത്ത് വരേണ്ടതാണ്. ആ പണമെങ്കിലും കിട്ടാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 47 വയസ്സുകാരിയാണ്. മൂത്ത മകളെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ലോൺ എടുത്താണ് വിദേശത്തേക്ക് ബന്ധുക്കളെല്ലാം കൂടെ സഹായിച്ചുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഇളയ മകളുണ്ട്. അപ്പൊ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇവർക്കിനിയും ഈ ഇളയ മകൾ ഇവരുടെ കൂടെയാണുള്ളത്, അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ഇവർ ഈ വർഷം മുഴുവൻ, ഈ കാലങ്ങൾ മുഴുവൻ പണിയെടുത്തതിന്റെ പണം മുഴുവൻ ഭർത്താവായ ജോമോൻ പ്രത്യേകിച്ച് നാട്ടിൽ കാര്യമായ ജോലിയൊന്നും ചെയ്യാതെ ലക്ഷറിയായി ജീവിക്കുന്നു, പുതിയ വാഹനങ്ങൾ മേടിക്കുന്നു. അങ്ങനെ
അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റുമാനൂരിലെ പേരൂരിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒന്ന്. ഈ വീട്ടമ്മയെ സംബന്ധിച്ച് അവരവരുടെ ഒരു കടമ നിർവഹിക്കുന്നു, കൂടുതൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന കടമ നിർവഹിക്കുന്നു, അത് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തു തന്നെയായാലും അവർ പിന്നീട് ഈ നാട്ടിലെത്തി വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും അവർക്കെതിരെ അക്രമങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി മനസ്സ് വെച്ച് ഇതിലെന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ എന്ന് ചിന്തിക്കണം. ടോം നേരത്തെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഷൈനിയുടെയും 2 മക്കളുടെയും ദൃശ്യങ്ങൾ കണ്ട് കരഞ്ഞവരാണ് മലയാളികൾ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ആരും സഹായിക്കാനുണ്ടായിരുന്നില്ലേ, ജോലി കൊടുക്കാഞ്ഞത് എന്തുകൊണ്ട്, 100,000 ചോദ്യങ്ങൾ മലയാളികൾ ആ സമയത്ത് ആവേശപൂർവ്വം വേദനയോടെയും രോഷത്തോടെയും ഒക്കെ ചോദിച്ചു. അതിനൊക്കെ ചില മരണങ്ങൾ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണം എന്ന ഗതികേടാണ് മലയാളിയുടെ ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്നത് എന്നതുകൂടി ഈ 2 സംഭവങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അതുതന്നെയാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അത് വലിയ ചർച്ചയാക്കും. അവർക്ക് സംരക്ഷണം കൊടുത്തുകൂടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ അവർക്ക് ശ്രീ സൂചിപ്പിച്ചതുപോലെ അവർക്ക് എന്തുകൊണ്ട് ജോലി നിഷേധിച്ചു, അതല്ലേ ആത്മഹത്യ കാരണമായത്, അവരുടെ വീട്ടുകാർ എന്തുകൊണ്ട് സംരക്ഷണം നൽകിയില്ല, അങ്ങനെ പല ചോദ്യങ്ങളും ഉയരാറുണ്ട്. പക്ഷെ ഇവിടെ ഷൈനിയുടെ വീടിന് വെളിപ്പാടകലെയാണ് ഈ മറ്റൊരു സ്ത്രീയും 47-കാരിയും അവരുടെ 2 പെൺമക്കളും ദുരിതജീവിതം നയിക്കുന്നത്. ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ കോടതി ഉത്തരവ് ലംഘിച്ച് പോലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഭർത്താവ് ജോമോനും ജോമോന്റെ മാതാവും, അവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കേണ്ടതാണ്.